ഷെഫിനെ നോക്കൂ. ഹായ്, ഇതാണ് ഷെഫ്. ഇവിടെ അപ്പുറത്ത് കുട്ടി ഷെഫ് ഉണ്ട്. ഇന്ന് നമ്മൾ ദോശയുടെ കൂടെയാണ് ചിക്കൻ കറി കഴിക്കാൻ പോകുന്നത്. സ്പെഷ്യൽ ചിക്കൻ കറി, പാലക്കാടൻ കുമ്പളങ്ങ ചിക്കൻ കറി നമ്മൾ പൊഴിക്കാൻ പോകുകയാണ്. നന്നായി പരത്താം. അപ്പോൾ ഞങ്ങൾ ദോശയും എന്താ പറയുക കുമ്പളങ്ങ ചിക്കനും കൂടി ടേസ്റ്റ് നോക്കുകയാണ്. ഇതള് കഴിച്ച് നോക്കിയിട്ട് പറയാമെന്ന് പറഞ്ഞു. അതൊക്കെ നോക്ക്, ആസ്വദിച്ച് കഴിച്ച് നോക്ക്. ഇഷ്ടപ്പെട്ടാ? പിന്നെ അല്ലാതെ ആദ്യം എണ്ണ ഒഴിക്കണം. എത്ര സ്പൂൺ വേണം? ടേബിൾ സ്പൂൺ, 2 ടേബിൾ സ്പൂൺ. 2 ടേബിൾ സ്പൂൺ. എണ്ണ ചൂടായി കഴിഞ്ഞാൽ സബോള ഇടണം. പിന്നെ കറിവേപ്പില ഇടണം. പച്ചമുളക് എല്ലാം കൂടി നന്നായി ഇളക്കുക. ഉള്ളി ചെറുതായി ബ്രൗൺ ആയി വരുമ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ഇടുക. ഇനി നന്നായി ഇളക്കുക. ഉള്ളി നന്നായിട്ട് വഴറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പൊടികൾ ഇടാം. ആദ്യം മഞ്ഞപ്പൊടി വേണം. ഇനി അടുത്തത് മല്ലിപ്പൊടി. ഇനി മല്ലിപ്പൊടി കുറച്ചിടാം. കുറച്ചൊന്ന് 2 ടേബിൾ സ്പൂൺ. 2 ടേബിൾ സ്പൂൺ വേണം. അത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് നന്നായി മിക്സ് ചെയ്യാം. മസാലപ്പൊടിയൊക്കെ സൂപ്പർ ആയിട്ടില്ലേ? ഇനി നമുക്കിവിടെ ഒരു സാധനം നമ്മൾ ബാക്കി വെച്ചിട്ടുണ്ട്. 2 സാധനങ്ങളുണ്ട്. ഒന്ന് മുളക് പൊടി. ഓക്കെ, മുളക് പൊടി 2 ടീസ്പൂൺ, 2 ടേബിൾ സ്പൂൺ. തെറ്റി എരിവ് കൂടുമോ? ഇനി ഒരു സാധനം കൂടി ഇടണം. 1 സ്പൂൺ. ഇതാണ് ചിക്കൻ മസാല. ഓക്കെ, നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാം. ഇത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ പ്രധാന സംഭവമായിട്ടുള്ള കുമ്പളങ്ങ ആൻഡ് ചിക്കൻ. ചിക്കൻ ഇടണം, കുമ്പളങ്ങ ഇടണം. ഓക്കെ, ഷെഫിനെ നോക്കൂ. ഹായ്, ഇതാണ് ഷെഫ്. ഇവിടെ അപ്പുറത്ത് കുട്ടി ഷെഫ് ഉണ്ട്. ചിക്കൻ കറിയിൽ എന്തായാലും ചിക്കൻ വേണ്ടേ? അതെ, നമുക്കിനി ചേർക്കേണ്ടത് ചിക്കനാണ്. ഇതാണ് പ്രധാന സംഭവം. ചിക്കൻ്റെ അസിസ്റ്റൻ്റ് വരുന്നുണ്ട്, എന്നാലും ഇത് ചേർക്കാം. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ അര കിലോ ചിക്കൻ, 1/4 കിലോ കുമ്പളങ്ങ. ഇതാണ് നമ്മൾ കുമ്പളങ്ങ. ഇതൊന്ന് ഇങ്ങനെ ഒന്ന് ഇളക്കിയ ശേഷം കുമ്പളങ്ങ. ഇത് ഈ കുമ്പളങ്ങ ചിക്കൻ പാലക്കാടുള്ള സ്പെഷ്യലാണ്. പാലക്കാട്ടുകാർ ചിക്കൻ വയ്ക്കുന്ന സമയത്ത് ഇങ്ങനെ വെക്കും. വേറെ എവിടെയും കിട്ടില്ല കേരളത്തിൽ നിന്നല്ല, ഈ ലോകത്ത് എവിടെയും കിട്ടില്ല. പക്ഷേ ഞാൻ പക്ക പാലക്കാട് സ്റ്റൈലിലല്ല വെക്കുന്നത്. കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. വെള്ളം നമ്മൾ ചാറ് വരും, അതാണ് അതിൻ്റെ സൂത്രം. നമുക്ക് വെള്ളം ഒഴിക്കണ്ട. കുമ്പളങ്ങയിലുള്ള വെള്ളം തന്നെ വെന്ത് വരുമ്പോൾ ചിക്കനിലേക്ക് ഇറങ്ങി അതൊക്കെ അങ്ങനെയാണ്. കുമ്പളങ്ങ കറി പോലെ കിട്ടും. അപ്പോൾ ആ കറിയിൽ കുമ്പളങ്ങയത്തെ വെള്ളം മുഴുവൻ ഇത് ഇറങ്ങി വരും. കുമ്പളങ്ങയിൽ മുഴുവൻ വെള്ളമാണ്. ഇത് വിട്ടിരുന്നിട്ട് സെറ്റായി പതുക്കൊന്ന് വേവട്ടെ. നമുക്ക് തക്കാളി ചേർക്കാണ്ട് തക്കാളി കുറച്ച് കഴിഞ്ഞിട്ട് ചേർക്കാം. ഒന്ന് പകുതി വെന്ത ശേഷം നമുക്ക് തക്കാളി ചേർക്കാം. ഉപ്പും ആ സമയത്ത് ചേർക്കാം. ഇപ്പോൾ നമ്മൾ ഉപ്പ് ചേർക്കുന്നില്ല. കുറച്ചൊന്ന് വെന്ത് പകുതിയാവും നമുക്ക് ചേർക്കാം. ഇനി നമുക്ക് കുറച്ച് നേരം മൂടി വെക്കാം കേട്ടോ. മൂടി വെച്ചിട്ട് നന്നായിട്ടൊന്ന് വേവട്ടെ, എന്നിട്ട് നമുക്ക് തിരിച്ച് നോക്കാം. സൂത്രം കാണിച്ചു തരട്ടെ. നേരത്തെ നീ എന്താ പറഞ്ഞ വെള്ളം ഉണ്ടാവില്ല എന്നല്ലേ? ഇപ്പൊ കാണിച്ചു. റെഡി, 1 2 3. കണ്ടോ വെള്ളം? കണ്ടോ? ഇതാണ് കുമ്പളങ്ങയുടെ വെള്ളം മുഴുവൻ ചിക്കനിലേക്ക് ഇറങ്ങി. നമുക്ക് ഇനിയും പോരെങ്കിൽ കുറച്ച് ചേർക്കാം. ചിക്കൻ വേവാനുള്ള വെള്ളം ഇതിലുണ്ട്, ഇത് മതി. പിന്നെ നമുക്ക് തക്കാളി ചേർക്കാം കേട്ടോ. നേരത്തെ പറഞ്ഞ തക്കാളി
ചേർക്കണം. ഉം. ഞങ്ങൾക്ക് ഉപ്പിടാം. ഉപ്പില്ലാത്ത ഒന്നുമില്ലല്ലോ. ഉപ്പിടണം, കുറച്ച് ഉപ്പിടാം. മതി, ഇത്ര മതിയാ. നോക്കിയിട്ട് pinch of salt. പിഞ്ച് ഓഫ് സോൾട്ട്. എന്നിട്ട് തക്കാളി ഇടാം. ഒന്ന് മിക്സ് ചെയ്ത് തക്കാളി ഇടാം. ഓക്കെ, Mix, add it, എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് Yum, yum. ഇതിപ്പോ ഹേടൊക്കെ പോകുന്നത്. കുഴപ്പമില്ല. ഓക്കെ, ഇനി നമുക്ക് തക്കാളി ചേർക്കാം. ഇത് 2 ചെറിയ തക്കാളിയാണേ. ഓരോരുത്തർക്ക് യെസ് മിക്സ് ചെയ്യുക. ആർച്ചി കുറയ്ക്കണ്ടല്ലോ. ആരാ വന്നവിടെ? അല്ല, ഇത് വേറെ ആരോ വന്നതിൻ്റെയാണ്. ചിക്കൻ്റെ മണം വന്നിട്ടാണ് ആർച്ചി കുറയ്ക്കുന്നത്. ഇല്ല, ഇത് ആരോ ഗേറ്റ് പോകുന്നുണ്ട്. മണമല്ല, ആരും മനുഷ്യൻ പൂച്ചയായിരിക്കും, അല്ലെങ്കിൽ അവനറിയാത്ത ആരെങ്കിലും ആയിരിക്കും. അപ്പോൾ നമുക്ക് കുറച്ചും മൂടി വയ്ക്കാം. മൂടി വയ്ക്കാം കേട്ടോ. ഇത് 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. ഇനി നമുക്ക് തേങ്ങ വേണം. ഇനി നമുക്ക് തേങ്ങ അരയ്ക്കണം. തേങ്ങ അരയ്ക്കുമ്പോൾ 1 സ്പൂൺ 2 സ്പൂൺ ഇത് അരമുറി തേങ്ങയാണ്. അരമുറി എന്ന് പറഞ്ഞാൽ ഒരു തേങ്ങയുടെ പകുതി, ഫുൾ തേങ്ങയുടെ പകുതി. ഇതിൽ വേറൊരു സാധനം കൂടി ഉണ്ട്. കാണിക്ക്. ഇനി ഇടാനുള്ളത് ഇതാ, ചെറിയ ജീരകം. ചെറിയ ജീരകം അല്ലെങ്കിൽ നല്ല ജീരകം എന്നും പറയും. അപ്പോൾ തുറക്കാൻ പോവാണ്. റെഡി, 1 2 3. നല്ല മണം വരുന്നു. നല്ല മണം ഉണ്ടോ? ഇപ്പോൾ ഇനി ഒരു സാധനം കൂടി ചേർക്കാനുണ്ട്. ഇതാണ് തേങ്ങ അരച്ചത്. നമ്മൾ നേരത്തെ കാണിച്ചു. തേങ്ങ, തേങ്ങയുടെ കൂടെ ചെറിയ ജീരകം ഇട്ടിട്ടുണ്ട്. മയണൈസ് പോലെ ഉണ്ട്. ചിക്കൻ മയണൈസ് നന്നായിട്ട് അങ്ങനെ മിക്സ് ചെയ്യുക. അപ്പോൾ കളർ മാറിയില്ലേ? അതാണ് എൻ്റെ മാജിക്. ഇനി കുറച്ച് നേരം ഒരു 5 മിനിറ്റ് കൂടി അടച്ചു വെച്ചിട്ട് നമുക്ക് കഴിച്ചു നോക്കാം. ഓക്കെ, ഇന്ന് നമ്മൾ ദോശയുടെ കൂടെയാണ് ചിക്കൻ കറി കഴിക്കാൻ പോകുന്നത്. സ്പെഷ്യൽ ചിക്കൻ കറി, പാലക്കാടൻ കുമ്പളങ്ങ ചിക്കൻ കറി നമ്മൾ കഴിക്കാൻ പോകുകയാണ്. നന്നായി പരത്താം. ഇനി നമ്മൾ ദോശയുടെ കൂടെ കുമ്പളങ്ങ ചിക്കൻ കറി കഴിക്കാൻ പോണ്. കഴിച്ചോളൂ. കുറച്ച് കറി വേണം മുക്കി കഴിക്കാൻ. കുമ്പളങ്ങ ഇട്ടുതരാം. ചൂടുണ്ട്, ചൂട് മാറിയിട്ട് കഴിക്കാം കേട്ടോ. കഴിച്ചോട് ഞാൻ അഭിപ്രായം പറയാം. അപ്പം ഞങ്ങൾ ദോശയും എന്താ പറയുക കുമ്പളങ്ങ ചിക്കനും കൂടി ടേസ്റ്റ് നോക്കുകയാണ്. ഇതള് കഴിച്ച് നോക്കിയിട്ട് പറയാമെന്ന് പറഞ്ഞു. അതൊക്കെ നോക്ക്, ആസ്വദിച്ച് കഴിച്ച് നോക്ക്. ഇഷ്ടപ്പെട്ടാ? ഇഷ്ടപ്പെട്ടു അല്ലേ? പക്ഷെ കുറച്ച് എരിവ് കൂട്ടണ്ട, അത് തോന്നില്ല ആടുവിന്. കുഴപ്പമില്ല, നമുക്ക് വെള്ളം കൂടി അഡ്ജസ്റ്റ് ചെയ്യാം അല്ലേ? സാധാരണ കറിയിൽ കുരുമുളക് കിടന്നു, കുരുമുളക് ഇട്ടിട്ടില്ല. പക്ഷെ മുളക് പൊടി നമ്മുടെ കശ്മീരി മുളക് പൊടി അല്ലാത്തത് കൊണ്ട് കുറച്ച് എരിവ് കൂടിപ്പോയോ എന്നൊരു സംശയം. അപ്പോൾ ഓക്കെ, പറ്റുന്നവരൊക്കെ ഇതിൻ്റെ റെസിപ്പി നോക്കി ട്രൈ ചെയ്യുക. കുമ്പളങ്ങ ഇഷ്ടമുള്ളവരും ചിക്കൻ ഇഷ്ടമുള്ളവരൊക്കെ ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ട കമൻറ്റ് ചെയ്യുക അല്ലേ? അങ്ങനെയല്ലേ? അങ്ങനെയുള്ള ആചാരം. ശരി, ബൈ.